സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ ജനന തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളിലൂടെ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാശ്ചിത്വം എടുത്ത് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇന്ന് നമുക്ക് മുന്നിലെ വചനഭാഗത്തിൽ സ്നാപക യോഹന്നാൻ്റെ വലിയ പ്രഖ്യാപനമാണ്. മാനസാന്തരത്തിനുള്ള വലിയ ഒരു ആഹ്വാനം നമുക്ക് ഇന്ന് നൽകുകയാണ്. ഈശോയുടെ ജനന സംബന്ധിച്ച് മംഗളവാർത്ത കാലം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഞായർ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയാണ്. പിന്നത്തെ ഞായറാഴ്ച സ്നാപകൻ്റെ പിന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് മംഗളവാർത്ത, മൂന്നാമത്തെ ഞായറാഴ്ച സ്നാപകൻ്റെ ജനനം. ഇങ്ങനെയാണ് ഈ മംഗളവാർത്ത. പിന്നീട് ഈശോയുടെ ജനനം. ഇപ്രകാരമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന വചന ധ്യാനം നമുക്ക് നൽകുക. പിന്നെ ഈ സ്നാപകൻ്റെ മാനസാന്തരപ്പെടാനുള്ള വലിയ ആഹ്വാനം നൽകുമ്പോൾ സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാൻ്റെ ഈ ആഹ്വാനത്തിന് പിന്നിൽ ഇതിന് ശക്തി പകർന്ന ചില വ്യക്തികളുണ്ട്. ഇത്രമാത്രം ദൈവാത്മാവ് നിറഞ്ഞ സ്നാപകൻ സംസാരിക്കാൻ ഇതിനെ സ്നാപകനെ കരുത്തരാക്കിയത് ഞാൻ ചിന്തിക്കുക സ്നാപകൻ്റെ മാതാപിതാക്കളാണ്. സക്കറിയ എലിസബത്ത് ദമ്പതികളാണ് സ്നാപകന് ഇതിന് പിന്നിലെ ശക്തി. നമുക്കറിയാം, സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. സക്കറിയ പുരോഹിതനായിരുന്നു. ജെറുസലേമിലെ ഒത്തിരി ആയിരക്കണക്കിന് പുരോഹിതന്മാരിൽ ഒരു പുരോഹിതൻ. അപ്പോൾ ഈ പുരോഹിതന്മാരിൽ അങ്ങനെ സക്കറിയയ്ക്ക് ജെറുസലേമിൽ ധൂപമർപ്പിക്കാൻ, അതിവിശുദ്ധ സ്ഥലത്ത് ധൂപമർപ്പിക്കാൻ അവസരം ലഭിക്കുക. അങ്ങനെ സക്കറിയ ധൂപമർപ്പിക്കാൻ പോകുന്നു. മാലാഖ പ്രത്യക്ഷപ്പെട്ട് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് മംഗളവാർത്ത നൽകുന്നു സക്കറിയയ്ക്ക്. പിന്നീട് എലിശാമ ഗർഭിണിയാകുന്നു. അങ്ങനെ സ്നാപകൻ ജനിക്കുന്നു. അതിനുശേഷമുള്ള സ്നാപകൻ്റെ ശക്തമായൊരു ആഹ്വാനം നമ്മൾ കാണണേ. സ്നേഹമുള്ളവരെ, ഞാനിന്ന് ഈ സക്കറിയയെ അല്ലെങ്കിൽ എലിസബത്ത്, ഈ രണ്ട് ദമ്പതികളെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ. സ്നേഹമുള്ളവരെ, അവർക്ക് മക്കളില്ലായിരുന്നു. വളരെ വേദനയിലാണ് അവർ ജീവിച്ചിരുന്നത്. ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യങ്ങൾ എന്ന് പറയാനുള്ള മക്കളെ ദൈവം നൽകിയില്ല എന്നുള്ള വേദന. പിന്നെ പുരോഹിതന് മക്കളില്ല എന്ന് പറയുമ്പോൾ ഈശോയുടെ കാലഘട്ടത്തിൽ മക്കളില്ലാത്തത് ഒരു ശാപമായും ദൈവിക ശിക്ഷയായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ വളരെ അപമാനം പേറി നടന്ന ഒരു കുടുംബം. വാർദ്ധക്യം കഴിഞ്ഞു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി ആ ഒരു സമയത്താണ് ഈ ദേവാലയത്തിൽ ധൂപമർപ്പിക്കാൻ കിട്ടണേ. അപ്പോൾ സക്രിയ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ധൂപമർപ്പിക്കാൻ സക്രിയയ്ക്കാണ് കിട്ടിയെന്ന് അറിയുമ്പോൾ അവരെല്ലാവരും ചോദിക്കും, ഇവൻ ആരാണ്, ഇവൻ്റെ മക്കൾ ആരാണ്, ഇവൻ്റെ കുടുംബം ഏതാണ്, എല്ലാം അന്വേഷിക്കും. ആ സമയത്ത് പറയണത് ഇവന് മക്കളില്ല, ദൈവം ശിക്ഷിക്കുക, ശപിച്ചതാ, അല്ലെങ്കിൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങിയ കുടുംബം. വളരെ വലിയൊരു നാണക്കേടിൻ്റെ, അപമാനത്തിൻ്റെ, വേദനയുടെ മധ്യയിലാണ് സക്രിയ ധൂപമർപ്പിക്കാൻ പോണേ. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇത്ര വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോഴും സക്രിയ ഒരിക്കലും പറയണില്ല, ഞാൻ നാണം കെട്ടി ഇനി ഞാൻ ധൂപം അർപ്പിക്കാൻ പോണില്ല. ദൈവം എനിക്ക് എന്താ ചെയ്തു തന്നേ? മക്കളെ തന്നില്ലല്ലോ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് ഇത്ര കാലം പുരോഹിതനായി തമ്പുരാന് വേണ്ടി എൻ്റെ കുടുംബം ജീവിതം സമർപ്പിച്ചിട്ട് ഇനി ഞാൻ എന്തിനാ ധൂപം അർപ്പിക്കാൻ പോണേ? എനിക്കിനി മക്കളുണ്ടാവുമെന്ന് ഒരു സാധ്യതയുമില്ല. വൈദ്യശാസ്ത്രമൊക്കെ എൻ്റെ മുന്നിൽ അടച്ച പുസ്തകമാണ്. കാരണം വാർദ്ധക്യം കവിഞ്ഞു. ഞങ്ങളൊരു സക്രിയയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് വീട്ടിലിരിക്കായിരുന്നു. നിരാശപ്പെട്ടു, മടുത്തു, ജീവിതം മടുത്തു. ഇനി എന്തിനാ ദൈവത്തിൻ്റെ അടുത്ത് പോണേ? മക്കളെ തരാത്ത ദൈവം എന്തിനാ? പക്ഷേ ഞങ്ങൾ ഇതൊന്നും ചിന്തിക്കാതെ, ഒരു വാക്കൊരു വിടാതെ സക്രിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തേക്ക് ധൂപമർപ്പിക്കാൻ പോകുന്നു. വലുതേറുത്തി ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സക്രിയ ഈ ഒരു ധൂപാർപ്പണത്തിലൂടെ ദൈവിക ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ശക്തനായ ഒരു പ്രവാചകന്റെ മാതാപിതാക്കളാവാൻ അവൻ അവസരം കൊടുക്കുക. ഞങ്ങളൊരു ഒന്ന് ചിന്തിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊന്നും നടക്കണില്ല, മടുത്തു, നിർത്താം, എന്തിനു ഇനി പ്രാർത്ഥിക്കണേ? എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവത്തിന് വേണ്ട എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്നവരുടെ ഒരു സമൂഹത്തിലാണ് ജീവിക്കണേ. ഞാൻ ഇത്ര കാലം പള്ളിയിൽ പോയില്ല, എന്താ കിട്ടിയേ? ഇത്ര കാലം ഞാൻ മക്കളെ വിശ്വാസത്തിൽ വളർത്തിയില്ല, എനിക്ക് എന്താ കിട്ടിയേ? സഹോദരരെ, സക്രിയയെ ഒന്ന് എടുക്കുക. സക്രിയ കിട്ടിയതിൻ്റെ മഹത്വം കൊണ്ടോ കിട്ടാത്തതിൻ്റെ നിരാശ കൊണ്ടോ അല്ല ദൈവത്തെ സ്നേഹിച്ചത്. കിട്ടിയതിൻ്റെ മഹത്വം കൊണ്ടോ
കിട്ടാത്തതിൻ്റെ ദുഃഖത്താലല്ല ദൈവത്തെ സ്നേഹിച്ചത്. അത് ദൈവത്തോടുള്ള ആഴമായ സ്നേഹം, പരിധികളില്ലാത്ത, കിട്ടിയതിൻ്റെയോ കിട്ടാത്തതിൻ്റെ കണക്ക് നോക്കാതെ എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പൻ എന്ന സ്നേഹം കൊണ്ട് മാത്രം. വലുതേരോട് ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ തമ്പുരാനെ സ്നേഹിക്കേണ്ടത് ദൈവം എനിക്ക് എന്തൊക്കെ തന്നു, മക്കളെ തന്നു, വീട് തന്നു, ജോലി തന്നു, അത് തന്നു, ഇത് തന്നു, എന്നാൽ നന്നായി സ്നേഹിക്കാം. ദൈവം എനിക്ക് ചില സാധനം, മക്കളുടെ ജോലി റെഡി ആയിട്ടില്ല, കല്യാണം റെഡി ആയിട്ടില്ല, മക്കൾ റെഡി ആയിട്ടില്ല, കടബാധ്യത ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്, ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ടും. അപ്പം ഇത്രയൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. ചിന്തിക്കുക, ഞാൻ സക്രിയയുടെ സ്ഥാനത്താണോ? തന്നതിൻ്റെ കണക്ക് നോക്കിയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? അതോ എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പനാണ്, എനിക്ക് ആവശ്യമുള്ളത് തരേണ്ടത് അപ്പൻ അറിയാം, അപ്പൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ ഈ കാലം ജീവിച്ചത്. ദൈവമേ, തന്നതിനും തരാത്തതിനും എല്ലാറ്റിനും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം എന്ന് ജോബ് പ്രാർത്ഥിച്ച പോലെ സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. സക്രിയയ്ക്ക് ആ ഒരു മനോഭാവമായിരുന്നു. തന്നതിൻ്റെ നിരാശയൊന്നുമില്ല, ദൈവത്തെ സ്നേഹിക്കുക. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മാർക്കോസ് 12:30 പറയുന്നില്ലേ, ഏറ്റവും പ്രധാന കൽപ്പന ഏതാ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. സ്നേഹമുള്ളവർ, ഈ സ്നേഹത്തിൻ്റെ ഇടയ്ക്ക് കണക്കില്ല. ഇത് തന്നതോ തരാത്തതോ കിട്ടിയതോ കിട്ടാത്തതിൻ്റെ ഒന്നും കണക്കില്ല. സ്നേഹിക്കേ. തമ്പുരാൻ അനുവദിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സ്നേഹമുള്ളവരെ, തമ്പുരാനെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കേ. ഒരപ്പൻ അറിയാം തൻ്റെ മക്കൾക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ടാത്തതെന്ന്. അപ്പൻ അതിൻ്റെ സമയത്ത് അപ്പൻ തരും. നമ്മൾ സ്വർഗത്തിൻ്റെ അപ്പനാണ്. സ്നേഹിച്ചു നോക്കി, ആഴമായി സ്നേഹിച്ചു നോക്കി, നമുക്കെല്ലാം തരും. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, ആബാ പിതാവ്. ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ സക്രിയയ്ക്ക് ഉണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് പരിഭവമില്ല, പരാതിയില്ല. അവൻ ആ ഒരു അപമാനത്തിന്, നിന്ദനത്തിന് നടുവിൽ ഇതിനെ ഒന്നും വില വെക്കാതെ ഇതിനെല്ലാം ആ ബലിവേദിയിലെ ധൂപത്തോട് ചേർത്ത് ദൈവത്തിന് സമർപ്പിച്ചു. സ്വർഗം തുറന്നവൻ്റെ മുന്നിൽ വന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ മുന്നിലും ഈ സ്വർഗം തുറക്കണമെങ്കിൽ, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ കുർബാനയ്ക്ക് പോകരുത്, എനിക്ക് അത് കിട്ടാൻ വേണ്ടി കുർബാന, മക്കളുണ്ടാവാൻ വേണ്ടി ജോലിയുടെ അല്ല, തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം സമർപ്പിച്ചോ. നിയോഗങ്ങള്, ആകുലതകള്, ദുഃഖമൊക്കെ വേണ്ടാന്നല്ല. ഇതിനെ നോക്കിയിട്ടല്ല ഞാനിന്ന് കുർബാനയ്ക്ക് വന്നേക്കണം. ആ ചിന്ത, ഇതിനെ നോക്കിയിട്ടല്ല ഞാനിന്ന് കുമ്പസാരിക്കണേ. എൻ്റെ തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് വേണ്ടി കാൽവരിയിലെ പീഡ സഹിച്ച് മരിച്ച് എനിക്ക് രക്ഷ തന്ന് ഇന്നും എന്നോട് പാപിയായിരുന്നിട്ട് എന്നോട് കരുണ കാണിക്കണ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ ബലിയർപ്പണം, ഓരോ കുമ്പസാരം, ഓരോ കൂദാശകളും അവിടെ ദൈവം സക്രിയയുടെ ജീവിതത്തിൽ ഇതുപോലെ ശക്തനായ, ധീരനായ ഒരു പ്രവാചകനെ നൽകിയ പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം വലിയ ഇടപെടലുകൾ നടത്തും. പക്ഷേ സക്രിയ പോലെ ആ വിശ്വാസ സ്നേഹം, ലൂക്കാസ് സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ സക്രിയയുടെ അവർ ഇത്രയും പ്രതിസന്ധി ആയിരുന്നിട്ടും സക്രിയ നടന്ന ഒരു മനോഭാവത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൂക്കാ 1 ഈ സക്രിയയുടെ സംഭവം ഇങ്ങനെ പറയും. ഇത്രയും വിഷമങ്ങളുണ്ടായിട്ട് അവരെങ്ങനെ ജീവിച്ചേ? സക്രിയ ജീവിച്ചതിനെ കുറിച്ച് ലൂക്കായിൽ ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക. അവര് ലൂക്കാ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുക, ഇത്രയും പ്രതിസന്ധി ഉണ്ടായാലും അവർ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് മുമ്പിൽ, 6-ാം വാക്യം, അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും അവര് ദൈവകൽപ്പന പാലിച്ചു, വചനം വായിച്ചു, വചനം ജീവിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഇല്ലാത്തവരാരാ? ഇതൊക്കെ വരുമ്പോൾ ദൈവം ഇടപെടാനുള്ള ഏറ്റവും വലിയ മാർഗം, 1, കണക്കുകളില്ലാതെ തമ്പുരാനെ സ്നേഹിക്കണം. 2, നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൽപ്പന കുറ്റമറ്റ വിധം ദൈവകൽപ്പന പാലിച്ച്, വചനം പാലിച്ച്, അനുദപിച്ച്, അടുക്കൽ കുമ്പസാരിച്ച് ജീവിക്കേ. തുറക്കപ്പെടാത്ത വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കും. സ്നേഹമുള്ളവരെ, സക്കറിയയുടെ മുന്നിൽ അന്ന് ദൈവം ആ വാതില്, കൃപയുടെ വാതില് തുറന്നെങ്കിൽ ഇന്നും ജീവിക്കുന്ന ദൈവം, സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലും തുറക്കും. ആ ബോധ്യമാണ്. ലോകവും ശാസ്ത്രവും ഒക്കെ പറയാം, ഇല്ല, നടക്കില്ല, നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോഴും
തമ്പുരാൻ ഇത് മാറ്റിമറിക്കാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് സക്രിയ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, ഈ സക്രിയയെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മാതൃക ആക്കി നമുക്കെടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇങ്ങനെ സക്രിയയുടെ ഇതുപോലെ തമ്പുരാനെ സ്നേഹിക്കുന്ന ദൈവസാന്നിധ്യങ്ങളുള്ള കുടുംബങ്ങളാവുമ്പോൾ തലമുറയും മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ അത് കാരണമാകും. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന ഒരു തിരുകുടുംബം, നമ്മൾ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുക, നസ്രത്തിലെ തിരുകുടുംബത്തെ പോലെ തമ്പുരാനെ സ്നേഹിക്കുക. എൻ്റെ മക്കള്, കുടുംബം, ഭർത്താവ് എല്ലാവരും തമ്പുരാനെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ആവാനപ്പോൾ നമുക്ക് സാധിക്കും. ഈ സക്രിയ എലിസബത്ത് ദമ്പതി പറയുമ്പോൾ തന്നെ ഇതുപോലെ ചേർത്ത് വെക്കി പറയാൻ പറ്റുന്ന ഒരു ദമ്പതിമാരുണ്ട്. അത് ബൈബിളിലെ ശക്തനായ ഒരു പ്രവാചകന്റെ, സാമുവേൽ പ്രവാചകന്റെ മാതാപിതാക്കൾ. അതാരായിരുന്നു? ഏൽക്കാന, ഹന്ന ദമ്പതികൾ. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു, ഹന്ന, പെരീന. പെരീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. അപ്പൊ ഇവര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ചൊക്കെ പോകുമ്പോൾ ഈ പെരീന ഹന്നയെ നോക്കി പറയും, നിനക്ക് മക്കളില്ലല്ലോ, ദൈവം ശിക്ഷിച്ചില്ല നിന്നെ, നീ ശപിക്കപ്പെട്ടവളാണ്, നീ നന്നാവാൻ പോണില്ല. ഹന്നയ്ക്ക് ഒത്തിരി വേദനയായിരുന്നു. പക്ഷേ ഈ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഹന്ന ഈ വലിയ വേദനയും ദുഃഖം ഉണ്ടായാലും ദേവാലയത്തിൽ പോവും, ദൈവത്തെ നോക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഈ ഹന്നയ്ക്കാണ് ദൈവം ഇത്രയും അപമാനം നിന്ദന ഉണ്ടായിട്ടും ഹന്ന നിരാശപ്പെട്ടിട്ടില്ല, ഹന്ന ആത്മഹത്യ ചെയ്തിട്ടില്ല, ഹന്ന ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല, ദൈവത്തെ പഴി പറഞ്ഞിട്ടില്ല. ഹന്ന തൻ്റെ ദുഃഖഭാരം മുഴുവനും ആ ബലിവേദിയെ, ദേവാലയത്തെ സമർപ്പിച്ചു. ഹന്നയ്ക്ക് ശക്തനായ സാമുവേലിനെ ദൈവം നൽകുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും പരാതികളും പ്രശ്നങ്ങളും കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിലേക്ക് നോക്കി നിരാശപ്പെടാതെ ഇതിന് ഉത്തരം തരാൻ കഴിവുള്ള, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗത്തിലേക്ക്, അപ്പനിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ജീവിക്കണം. ഹന്നായും സക്രിയയെല്ലാം ആ പ്രശ്നത്തിൽ നോക്കി നിരാശപ്പെട്ട് മടുത്തവരല്ല, അവർ ദൈവത്തിലേക്കാണ് നോക്കിയത്. നമുക്കറിയാം, ഈശോയുടെ ജന്മതിരുനാൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടി. വലിയൊരു പ്രതിസന്ധിയാണത്. ഈശോയുടെ കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സിസ്റ്റം അനുസരിച്ച് ഒരാള് ഇങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവരെ ഇപ്പോഴും ആ ഒരു നാടുകളിലെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട്. അങ്ങനെ തെറ്റായ ബന്ധത്തിലൂടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഗർഭിണിയായി നിറഞ്ഞ ആ സ്ത്രീനെ മണ്ണിൽ കുഴിച്ചിട്ട് തല മാത്രം പുറത്തേക്ക് വെച്ച് തലയിലേക്ക് കല്ലെറിഞ്ഞു കൊല്ലും. ആദ്യത്തെ കല്ല് ഭർത്താവ് എറിയണം, 2ാമത് മക്കൾ എറിയണം, ചുറ്റുമുള്ള സമൂഹം എറിഞ്ഞു കൊല്ലും. ഭൂമിയിൽ കുഴിച്ചിട്ട് തല മാത്രം പുറത്തേക്ക്. അങ്ങനെ ഒരു ഇന്നും ആ രീതി ശൈലികളൊക്കെ ആ നാടുകളിലുണ്ട്. യഹൂദരുടെ ഇല്ല, പക്ഷെ ആ നാടുകളിൽ ഇന്നുണ്ട്. സ്നേഹമുള്ളവരെ, അത്രയും വലിയ കഠിന ശിക്ഷയാണ്. മാതാവിന് ഇതൊക്കെ മനസ്സിൽ കാണും. എന്തൊരു വേദനയുടെ ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ. പക്ഷെ പരിശുദ്ധമ്മ ദൈവത്തിന് തമ്പുരാനൊന്നും അസാധ്യമല്ല. ഔസേപിതാവിനെ, ഞാൻ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയായി പരിശുദ്ധാത്മാവിനെ എന്നൊക്കെ പറയുമ്പോൾ ഔസേപിതാവിനോട് പേടിയുണ്ട്, ടെൻഷനുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് ആലോചന, തമ്പുരാനെ നോക്കി. ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഒരു ഇടവില്ല, പ്രതിസന്ധിയാണേ. ദൈവത്തിലേക്ക് രാജാവ് എല്ലാവരും കൊന്നൊടുക്കുന്നു കുഞ്ഞുങ്ങളെ, പലായനം ചെയ്യാൻ പറയണു. അവര് നിരാശപ്പെട്ടിട്ടില്ല, തമ്പുരാനിലേക്ക് നോക്കി. സ്നേഹമുള്ളവരെ, പ്രതിസന്ധിയെ നോക്കി നിരാശപ്പെട്ടിരിക്കാനല്ല ക്രൈസ്തവനെ പഠിപ്പിക്കണേ. ദൈവത്തിലേക്ക് നോക്കി തമ്പുരാന്റെ ഇടപെടലിന് കാത്തിരിക്കുന്ന ഒരു മക്കള് ദൈവം ഇടപെടും. സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുന്നു. ഞങ്ങളുള്ളവരെ, നമ്മൾ ആ തമ്പുരാനെ നോക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പൊ തമ്പുരാനിലേക്ക് നോക്കാനുള്ള മനസ്സ്, എൻ്റെ ദൈവം എൻ്റെ അപ്പൻ എനിക്ക് തരും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും. വിശ്വസിക്കുക സ്നേഹമുള്ളവരെ, വിശ്വസിക്കുന്നവൻ ദൈവമഹത്വം ദർശിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അപ്പം ഈ ഹന്നയെയും സക്രിയയെ പോലെയൊക്കെ തമ്പുരാനെ സ്നേഹിക്കുക. പ്രതിസന്ധിയോ കിട്ടാത്തതിൻ്റെ കുറവോ പരിഭവോ ഒന്നുമില്ല, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, ഈശോയുടെ ബലിയെ സമർപ്പിച്ച്, വിശുദ്ധ കുരിശോട് സമർപ്പിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും. അനുദപിക്കും. തമ്പുരാന്റെ മുന്നിൽ തടസ്സം നീങ്ങാനുള്ള വലിയ മാർഗം അനുതാപാണ്. അതാണ് സ്നാപകം പറഞ്ഞ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചു. ദൈവ ഇടപെടലിന് നമുക്ക് വേണ്ടത് ഈ ഒരു സ്നാപകന്റെ മാനസാന്തരം കൂടിയാണ്. മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി പ്രാർത്ഥിച്ചു, ഞാൻ പറയും, പ്രതിസന്ധിയുടെ കവാടങ്ങൾ തുറക്കാൻ, ദൈവിക ഇടപെടലിലെ തടസ്സങ്ങൾ നീങ്ങാൻ, നമ്മുടെ ജീവിതത്തിലെ കുരുക്കഴിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അനുദപിക്കുക. പഴയ നിയമത്തിൽ കാണാം, ഇസ്രായേൽ ജനം പാപം ചെയ്തു, ദൈവം ശിക്ഷിച്ചു, മഹാമാരികൾ അയച്ചു. അപ്പൊ അവരെങ്ങനെയാ രക്ഷപ്പെട്ടെ? അവരെല്ലാവരും ഉപവാസം എടുത്തു, അനുദപിച്ചു, പ്രാർത്ഥിച്ചു,
ദൈവം മഹാമാരികളെ തടഞ്ഞു, ദൈവം ഇസ്രായേലിനോട് കരുണ കാണിച്ചു, ഉത്തരം കൊടുക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ദുഃഖമൊക്കെ വരുമ്പോൾ ഞാൻ പറയും അനുദപിച്ച് അടുക്കൽ കുമ്പസാരിക്കും. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുമ്പസാരത്തിൻ്റെ പ്രത്യേകത എന്നാ? ഈസ്റ്ററിന് കുമ്പസാരിക്കും, ക്രിസ്മസിന് കുമ്പസാരിക്കും, പിന്നെ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാമോദീസ വന്ന ഗതികേടോണ്ട് കുമ്പസാരിക്കും. കാരണം കുമ്പസാരിച്ചില്ലെങ്കിൽ അച്ഛൻ ലെറ്റർ തരില്ല, അപ്പോൾ കൊച്ചിനെ മാമോദീസ കൊടുക്കാൻ പറ്റില്ല, പെട്ടുപോയി, അതുകൊണ്ട് കുമ്പസാരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരിക്കലും ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ കുമ്പസാരിക്കാൻ വരാൻ കാരണം കുമ്പസാരിച്ചാലേ ഈ ലെറ്റർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുന്നേ പറയണ്ടേ, ഞാൻ ലെറ്റർ തന്നേനെ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് വരേണ്ടിരുന്നില്ലേ എന്ന് പറഞ്ഞു. കാലഘട്ടം നോക്കുകയാണ്, ഇതൊരു ആചാരമായിട്ട് കാണുക. ക്രിസ്മസ് ആകുമ്പോൾ എല്ലാവരും കൂടി പള്ളിയിൽ പോയി വരി നിന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഒരു ആചാരമാണ് ഈ കുമ്പസാരം. ഈസ്റ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് എന്താ തോന്നുക, അച്ഛൻ എന്താ തോന്നുക, വിഷമാവില്ലേ? സ്നേഹം, ഇതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അത്. പാപം ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയപ്പാ ഞാൻ പാപിയാണ്, കരുണ തോന്നണേ എന്ന് പറഞ്ഞ് കുറഞ്ഞത് മാസത്തിലൊരിക്കലെങ്കിലും പോയി നമുക്ക് കുമ്പസാരിക്കാൻ പറ്റണം. കുറഞ്ഞത് കണ്ണീരോടെ കുമ്പസാരിച്ച് യോഗ്യതയോടെ നിർബന്ധ ബുദ്ധിയോടെ എല്ലാ ഞായറാഴ്ചയെങ്കിലും, എല്ലാ ദിവസവും പോയി ഒത്തിരി അനുഗ്രഹം കിട്ടും, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റണം. അതിന് അടുക്കൽ കുമ്പസാരിച്ചവനെ യോഗ്യത കിട്ടൂ ഞായറാഴ്ചയെങ്കിലും കുർബാന സ്വീകരിക്കാൻ. സ്നേഹമുള്ളവരെ, അനുദപിക്കുന്ന മനസ്സിൽ ദൈവം സ്വർഗം, അവിടെ ദൈവം സ്വർഗം. ഈ പാപിനിയായ സ്ത്രീ പറയണില്ലേ, ഈശോ ഒരു ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവള് വന്ന് കണ്ണീര് കൊണ്ട് അവൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് അവൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. അപ്പം ഈശോ പറയുന്നൊരു ഭാഗ്യമുണ്ട്, അവസാനം പറഞ്ഞു വയ്ക്കുന്നത്, ഇവളെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു, കാരണം ഇവളെന്നെ അത്യധികം സ്നേഹിച്ചു എന്നാണ് പറയണേ. സ്നേഹമുള്ളവരെ, നമ്മൾ അനുദപിക്കുമ്പോൾ പാപങ്ങൾ ഉപേക്ഷിച്ച് അത് ഈശോയോട് ഭയങ്കര സ്നേഹം കൊണ്ടാവണം. അപ്പം നമ്മുടെ പാപം പൊറുക്കും. അല്ലാതെ ആ ക്രിസ്മസും ക്രിസ്റ്ററും ആയതിൻ്റെ പേരിൽ കുമ്പസാരിച്ചിട്ട് പ്രത്യേകിച്ച് അനുഗ്രഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറം ഈശോയോടുള്ള സ്നേഹം കൊണ്ട്, ഈശോയെ ഞാൻ പാപിയാണപ്പാ, തെറ്റുപറ്റി, നീ എനിക്ക് മക്കളെ തന്ന കുടുംബം എല്ലാം നീ തന്നതാ. കുറവുകളുണ്ടാവാം, എൻ്റെ കണ്ണിൽ കുറവുകളുണ്ടാവാം, പക്ഷെ ഇതൊക്കെ തന്നത് നീയാ. ഈശോ എന്നോട് ക്ഷമിക്കണേ. ആ ഒരു മനസ്സോടെ നിങ്ങളൊന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് നോക്കി, സ്വർഗം തുടങ്ങും. ആ പാപിനിയോട് പറയണത്, ഇവള് നിരവധിയായ പാപങ്ങൾ കാരണം ഇവളെന്നെ അത്യധികം സ്നേഹിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ, ഹൃദയം കൊണ്ട്, ആഴം കൊണ്ട്. ഈ അനുദപിച്ച മനസ്സ് വേണമെന്ന് മാത്രം. അവള് കണ്ട ആ പാപിനി കണ്ണീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് കാലിടി ചുംബിച്ച് മാപ്പ് ചോദിച്ചു ഈശോയോട്. ഞാൻ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ നടന്ന വഴി തെറ്റിയ ജീവിതത്തെ പ്രതി ദൈവത്തിനെതിരെ, സ്വർഗത്തിനെതിരെ മാപ്പ് ചോദിക്കുന്നു. സ്വർഗം തൊട്ട്, അതാണ് ഈ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം. സഹോദരരെ, ധൂർത്തുപുത്രൻ ഉപമ പിന്നീട് നമുക്ക് കാണാം. ലൂക്കാ സുവിശേഷത്തിലെ കാണാതായ ആട്, കാണാതായ നാണയം, കാണാതായ പുത്രൻ. അവൻ അനുദപിച്ച് ഉപേക്ഷിച്ച് ചെന്നു. അപ്പൻ അവനെ 2 കരം നീട്ടി സ്വീകരിച്ച് അവന് മോതിരവും ചെരുപ്പവും വസ്ത്രവും എല്ലാം കൊടുത്തു. തിരിച്ചറിയാണ്ട അനുദപിച്ചു ചെന്ന നമ്മുടെ മുന്നിൽ കൃപയുടെ വാതിൽ തുറക്കും. അനുദപിച്ച്, അതാണ് ഈശോയുള്ള ആഴമായ സ്നേഹം. അനുതാപത്തോടെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് മുന്നിൽ കൃപയുടെ വാതിൽ തുറക്കും. സ്നേഹമുള്ളവരെ, തിരിച്ചറിയാം, ഒരു അനുതാപത്തോടെ ഹൃദയം കൊണ്ട് തമ്പുരാനോട് ഒന്നാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഈ മത്തായി സുവിശേഷത്തിൽ പിന്നീട് വചനഭാഗം പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ യോജിച്ച, ഇങ്ങനെ പറയണേ, 8-ാം വാക്യം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന വചനം പറയണേ. സ്നേഹമുള്ളവരെ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുള്ള ജീവിതമാണോ? ഏതാ മാനസാന്തരത്തിൻ്റെ ഫലമുള്ള ജീവിതം? എന്ത് ഫല അത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അനുദപിക്കുന്ന, തമ്പുരാനെ സ്നേഹിക്കുന്ന, കണക്ക് ബോധിപ്പിക്കാതെ തമ്പുരാനെ സ്നേഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ അനുദപിച്ച് കുമ്പസാരിച്ച് ആ ഒരു സ്നേഹത്തോടെ ജീവിക്കുന്നവൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ഫലം. ഗലാത്യ ലേഖനത്തിന് 5-ാം അധ്യായം 22 പറയുന്നില്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. സ്നേഹമുള്ളവരെ, ഈ ഒരു അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഫലം അത് ഈശോയോട് ഒന്നാവലാണ്. അതെന്താണ്? ഈശോയോട് ഒന്നാവലാണ്. യോഹന്നാന്റെ സുവിശേഷം 15 പറയുന്നില്ലേ, മുന്തിരിച്ചെടി ശാഖ തന്നോട് ചേർന്നിരിക്കുന്ന പോലെ. സ്നേഹമുള്ളവരെ, നമുക്ക് തമ്പുരാനോട് ചേർന്നിരിക്കാൻ പറ്റണം. ഈ ക്രിസ്മസ് ഈശോയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈശോയുടെ ഹൃദയത്തോട് ഒന്നായി ഒരു ക്രിസ്മസ് ആവാൻ നമുക്ക് സാധിക്കണം. സക്രിയായെ പോലെയും ഹന്നായെ പോലെ ഒക്കെ പരിധികളില്ലാതെ തമ്പുരാനെ സ്നേഹിക്കണ ഒരു ക്രിസ്മസ്. ഒപ്പം തന്നെ യോഹന്നാൻ പറയുന്ന പോലെ മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ ജീവിതം നയിച്ച് തമ്പുരാനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്മസ്.
ഇങ്ങനെയുള്ള ജീവിതങ്ങളിൽ ഉണ്ണീശോ വരുള്ളൂ. ഇവിടെയാണ് തിരുകുടുംബങ്ങൾ രൂപപ്പെടുള്ളൂ. അനുതാപമില്ലാതെ, മാനസാന്തരം ഇല്ലാതെ, കിട്ടിയതിൻ്റെ കണക്ക് നോക്കി നടന്ന, അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ പരിഭവവും നിരാശയും പേറി നടന്ന ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങൾ ഒരിക്കലും ഈശോ വസിക്കുന്ന ആലയങ്ങളാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏറ്റവും വലുത് ജ്ഞാപകൻ്റെ വാക്യം മനസ്സിൽ വയ്ക്കുക: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ വലിയ ബോധ്യത്തിൽ നമുക്ക് ഈശോയുടെ ജനന തിരുനാളിന് ഒരുങ്ങാൻ സഹോദരങ്ങളെ. ഈശോയുടെ ഹൃദയത്തോടൊന്നായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ, വിശുദ്ധിയുള്ള ഒരു അപ്പനാവാൻ, വിശുദ്ധിയുള്ള ഒരു അമ്മയാവാൻ, വിശുദ്ധിയുള്ള മക്കളാവാൻ, വിശുദ്ധിയുള്ള ഒരു തലമുറയാവാൻ ഈശോയുടെ ഈ ജനന തിരുനാളിൽ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ കൃപ തരണേ. ഞങ്ങളോടും കുടുംബങ്ങളോടും നീ കരുണ കാണിക്കണേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പൂർണ്ണമായിട്ടൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഇന്ന് ഈ ബലിയിൽ ഈശോയെ ഞങ്ങളെ തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. സ്നാപയോഹന്നാൻ പറയുക: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണേ. അടുക്കൽ കുമ്പസാരിക്കാൻ, പാപം ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ കുമ്പസാരിക്കാൻ, യോഗ്യതയോടെ ഈശോയെ സ്വീകരിക്കുന്ന ഒരു അപ്പനാവാൻ, അമ്മയാവാൻ, മക്കളാവാൻ, കുടുംബമാവാൻ ഈശോയെ കരുണ കാണിക്കണേ. സക്കറിയായെ പോലെയൊക്കെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും തളരാതെ ദൈവത്തെ മാത്രം നോക്കി, ദൈവകരുണയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ. ഹന്നായെ പോലെ ജീവിത പ്രതിസന്ധിയിൽ നിരാശപ്പെടാതെ ഹന്ന ദേവാലയത്തിലേക്ക് ഓടിയതുപോലെ വേദനയും ദുഃഖം വരുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക്, കുമ്പസാരത്തിലേക്ക് ഈശോയുടെ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥനയോടെ ആയിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.